നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, ഇവിടെ വെറുതെ വിടരുത്. നമ്മൾ തീരുമാനിച്ച വിവാഹം ഇവളെ മുടക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോ ഇവൾ ഇത്രയ്ക്ക് മുതിരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഋതികേ, ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. ആ കുട്ടികളുടെ ആഗ്രഹത്തിന് നിങ്ങൾ എതിരെ നിന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് ഗതി വരുമായിരുന്നോ? ആരാ ഋതിക? ഞാനാ. ശ്രീലക്ഷ്മിക്ക് പാതി ബോധേ വന്നിട്ടുള്ളൂ. ഋതിക എന്ന പേര് കുറെ നേരമായിട്ട് പറയുന്നു. ഒന്ന് അകത്തേക്ക് വരുമോ? രാജു, അങ്കിളിനെ രാധമയും കൂട്ടി ഒന്ന് പുറത്തു നിന്ന്. എനിക്ക് ശ്രീയോട് കുറച്ചു നേരം തനിയെ സംസാരിക്കണം. പ്രിയച്ചി, ഇവിടെ നിൽക്ക്. എന്താ മേഡം കാര്യം? ഞാൻ പറയാം. ശ്രീലക്ഷ്മി ആരുടെ കൂടെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം, ആഗ്രഹിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്റെ ഉദ്ദേശശുദ്ധി നീ മനസ്സിലാക്കണം. എനിക്ക് നിന്റെ മനസ്സറിയാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നീ. ചാടിക്കടിക്കാൻ വരാതെ നീ എനിക്ക് 5 മിനിറ്റ് സമയം താ. എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ ഹരീഷ് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ ഇവിടെ എന്റെ ശവം വീഴും. ശ്രീ, നീ ആഗ്രഹിച്ചതുപോലെ ഹരീഷുമായിട്ട് നിന്റെ വിവാഹം നടക്കണ്ടേ? അതെങ്ങനെ നടക്കും? നടക്കും. ഞാൻ നടത്തും. ഋതികേ, നീ വെറുതെ എന്നെ സമാധാനിപ്പിക്കാനായി ഓരോന്ന് പറയരുത്. നിന്നെ ഇന്നത്തേക്ക് സമാധാനിപ്പിച്ച് നിർത്തിയ നാളെ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസം നീ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്കറിയാം. നീ ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്, എന്നിട്ട് തീരുമാനിക്കേ. ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ അതോ നിന്റെ ആഗ്രഹം പോലെ പ്ലാൻ ചെയ്താൽ നടക്കുമെന്ന്? ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? നമ്മള് 3 പേരും, പ്രിയചേച്ചി പിന്നെ ജയൻ ചേട്ടനെയും വിളിച്ചറിയിക്കണം. വേറെ ആരും ഇതറിയാൻ പാടില്ല. ശ്രീലക്ഷ്മിയുടെയും ഹരീഷിന്റെയും വിവാഹം നാളെ നമ്മൾ നടത്തും. നടത്തിയിരിക്കും.
ഋതിക, എന്താ ഋതിക ഇത്? ഞാൻ എത്ര തവണ വിളിച്ചു? ശ്രീ എവിടെ? ഞാൻ ഋതികയോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന്. ഇപ്പൊ എന്തായി? ഇനി ഇവിടുന്ന് അമ്മയുടെ രമ്യയുടെ കണ്ണുവെട്ടിച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ശരിക്കും പെട്ടു. ഹരീഷേ, ഒന്ന് സമാധാനപ്പെട്. പിന്നെ സമാധാനപ്പെടാൻ ഞാൻ എന്തോർത്ത് സമാധാനപ്പെടണം? അതുകൂടി പറയും. ഹരീഷേ, ഞാൻ പറയട്ടെ. ഹരീഷ് ഇങ്ങനെ ദേഷ്യപ്പെടാതെ പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താന്ന് വെച്ചാ പറയേ. ഒരു പ്ലാനുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്ത് പ്ലാൻ? ഡീ, നീ എന്നെയും ഈ നിൽക്കുന്ന എല്ലാവരെയും വിഡ്ഢികളാക്കുമായിരുന്നു അല്ലേ? ഡോക്ടറെ, ഈ നാടകത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കുമായിരുന്നു അല്ലേ? ഋതികെ, ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ കൺവിൻസ് ചെയ്യാൻ കാണിച്ച മിടുക്ക് ഇവരെ കൺവിൻസ് ചെയ്യാനും ഹൃദയക്ക് കാണുമല്ലോ. ഒരു കാര്യം, ഇവിടെ നിന്ന് അധിക നേരം ബഹളം ഉണ്ടാക്കരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം തീർക്കണം. ഋതിക വർമ്മ സാറിന്റെ മകളായതുകൊണ്ട് മാത്രമാ ഞാനിത് അനുവദിച്ചത്. ഋതിക മേഡം, എന്താ ഇതൊക്കെ? രാജു, അമ്മേ, ഇവള് വെറുതെ വിടരുത്. നമ്മൾ തീരുമാനിച്ച വിവാഹം ഇവള് മുടക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോ ഇവള് ഇത്രയ്ക്ക് മുതിരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഋതികേ, ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. വർമ്മ സാറേ, നിങ്ങൾ മന്ത്രിയാണ്, ഈ നാട്ടിലെ പ്രമുഖനാണെന്ന് വെച്ചേ നിങ്ങളുടെ മകൾക്ക് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ ഇടപെടാൻ അവകാശമുണ്ടോ? പ്രേമിക്കുന്നവരുടെ വിവാഹം നടത്താൻ ഇവളാരാ? നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ആളാ ഞാൻ. ഇവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ ഞാൻ നിൽക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പറഞ്ഞത് കേട്ടില്ലേ? പോലീസിനെ വിളിക്കണമേ. അമ്മ പോലീസിനെ വിളിച്ചോ. ആര് വന്നാലും എന്നെയും ശ്രീലക്ഷ്മിയും തമ്മിൽ അകറ്റാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല. ശ്രീലക്ഷ്മി എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. വർമ്മ സാറേ, ഞാനും ശ്രീയും പ്രായപൂർത്തിയായവരാ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരോ. എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ആ ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. വർമ്മ സാർ പറയും, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ അവകാശമില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.